ഹലോ, RRB JEE 2024 നോട്ടിഫിക്കേഷൻസ് കറന്റ് ലൈവ് ആണ്. ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണെന്ന് അറിയാം. ഈ മാസം 29 വരെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ ഭാഗമായിട്ട് ടെക്നിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദിശ അക്കാഡമിയുടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ RRB JEE ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സിലബസ് എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളും എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് വന്നിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി മിസ് ആണ്. അപ്പം മിസ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് RRB JEEയുടെ പ്രിപ്പയർ ചെയ്യേണ്ട വിധങ്ങളും അതുപോലെ സിലബസ്, സബ്ജക്റ്റ് വൈസ് വെയിറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം മിസ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ RRB JEEയുടെ ആപ്ലിക്കേഷൻ 37 ജൂലൈ 30 ആരംഭിച്ചിട്ടുണ്ട്. എക്സാംസിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് കൊടുത്തു തുടങ്ങി, അപ്ലൈ ചെയ്യാൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ലാസ്റ്റ് ഡേറ്റ് 29 ഓഗസ്റ്റ് 29 ക്ലോസിംഗ് ഡേറ്റ് ആണ്. സോ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. RRB JEEക്ക് സിവിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് വർഷങ്ങൾ കഴിയേണ്ടി വരും. സോ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സോ നമ്മളുടെ ഈ എക്സാം വന്നിട്ട് 2 സ്റ്റേജുകളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 ആയിട്ടാണ്. അതിൽ സ്റ്റേജ് 1 2 എക്സാംസും നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകളാണ്. അപ്പോൾ എല്ലാ എക്സാംസും ഒരുവിധം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാം. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. സോ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ സ്റ്റേജ് 1ലുള്ള നിങ്ങളുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം വന്നിട്ട് ഏകദേശം 90 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ടൈമിംഗ് വരുന്നത്. ഓക്കെ, 90 മിനിറ്റ്സും അതുപോലെ PWD കാറ്റഗറി, അതായത് ഫിസിക്കലി ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് 120 മിനിറ്റ്സ് ടൈം എക്സ്റ്റൻഷൻ ഉള്ളൂ. അതുപോലെ തന്നെ എക്സാം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ 100 ആണ്. 90 മിനിറ്റ്സ് ഉള്ളൂ, 100 ചോദ്യങ്ങളും ഉണ്ടാവും. സോ ഇതിനകത്ത് CBT 1ൽ നിങ്ങൾക്കുള്ള പോർഷൻസ് എന്ന് പറയുന്നത് മാത്സ്, അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ ജനറൽ അവയർനെസ്സും പിന്നെ ജനറൽ സയൻസുമാണ്. ഇതിൽ മാത്സിന് വന്നിട്ട് CBT 1ൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യനും 30 മാർക്കും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക് വെച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മാത്സിന് വെയിറ്റേജ് ഉണ്ട് നല്ലോണം. അതുപോലെ തന്നെ ജനറൽ സയൻസിന് 30 മാർക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. സോ നിങ്ങൾ CBT 1 നിങ്ങൾ CBT 1ഉം കൂടി നിങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിനകത്ത് സ്കോർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് CBT 2ലാണ് നമ്മുടെ ടെക്നിക്കൽ പാർട്ട് വരുന്നത്. CBT 2 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ CGLന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവും, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാറുണ്ട് എക്സാമിനൊക്കെ. അതിന് വെയിറ്റ് ചെയ്യുന്ന, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അതുപോലുള്ള എക്സാംസ്, മറ്റ് വേറെ എക്സാംസിന് ഇതേപോലെ ഇതേ സെയിം സിലബസ് ഫോളോ ചെയ്യുന്ന എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരും നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റർ ആവും. സോ അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് കൊണ്ടുവരണം. എന്നാലാണ് നിങ്ങൾക്ക് ടയർ 2ലേക്ക്, നിങ്ങളുടെ CBT 2ലേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, സോ CBT 2ലാണ് നമ്മളുടെ ടെക്നിക്കൽ പാർട്ട് വരുന്നത്. CBT 2ലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 150 മാർക്കിലാണ്, 150 മാർക്കിലാണ് നിങ്ങളുടെ പരീക്ഷ. അത് 120 മിനിറ്റ്സ് ടൈമിങ്ങും ഉണ്ട്, 120 മിനിറ്റ് ടൈമിങ്ങും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് 150 മാർക്കിൽ 100 മാർക്ക് നിങ്ങളുടെ ടെക്നിക്കലാണ്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ എബിലിറ്റി, അതായത് അത്തരം ജനറൽ സബ്ജക്റ്റുകൾ അപ്പോഴും മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ സിവിലുകാർക്ക് ഇതിനകത്തിൽ, ഞാൻ സിവിലാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ. സോ സിവിലുകാർക്ക് ഇനിയൊരു അഡ്വാൻറ്റേജും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് കാണുന്നില്ലേ. ഈ ബേസിക് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ ഇവർക്ക് നിങ്ങൾ വന്നിട്ട് ഓൾറെഡി നിങ്ങളുടെ ടെക്നിക്കലിലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിങ്ങളത് പഠിക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് വന്നിട്ട് 110 മാർക്കിനുള്ള കണ്ടന്റ് നിങ്ങൾ ഈ ടെക്നിക്കൽ എബിലിറ്റി, അതായത് ടെക്നിക്കൽ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ബാക്കി 40 മാർക്കിനുള്ളതാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത്. ഇതിൽ ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ CBT 1ന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി കുറച്ച് ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പാർട്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ നെക്സ്റ്റ് കമ്മിങ് ഇസ് നമ്മളുടെ 110 മാർക്ക് വേണമെങ്കിൽ പറയാം. 100 മാർക്ക് ജനറലി ടെക്നിക്കൽ എബിലിറ്റി നമ്മുടെ സിവിലുകാർക്ക് മാത്രം 110 മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ
100 മാർക്കാണ് നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റി എന്നും പറഞ്ഞിട്ട് നമ്മളുടെ CBT 2 വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്നത് ടെക്നിക്കൽ പോർഷനിലേക്കാണ് നിങ്ങളുടെ CBT 2. ഓക്കെ, CBT 2 വരുമ്പോൾ. അപ്പോൾ CBT 1 എലിജിബിൾ ആയാൽ മാത്രമേ CBT 2 എഴുതാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ഇതിൽ ഒരേ ഒരു അഡീഷനും കൂടി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CBT 2 എഴുതുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഒരു വെർച്വൽ കാൽക്കുലേറ്റർ പ്രൊവൈഡഡ് ആണ്. ഓക്കെ, ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് ഗേറ്റ് എക്സാം എഴുതുന്നവർക്ക് അറിയാൻ പറ്റും, അവർക്കൊരു വെർച്വൽ കാൽക്കുലേറ്റർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്കൊരു വെർച്വൽ കാൽക്കുലേറ്റർ ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് ഫിസിക്കൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പാടില്ല. സോ ഇതാണ് നമ്മളുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് നമ്മളുടെ എന്തൊക്കെ പോസ്റ്റുകളാണുള്ളത്, നമ്മുടെ സിവിലിൻ്റെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എത്രയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, നേരത്തെ ഫസ്റ്റ് സെഷൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ നോട്ട് എലിജിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് ഡിപ്ലോമ ആയാലും ഇപ്പം നമ്മളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 3 years ഡിപ്ലോമ in civil engineering or BSc in civil engineering of 3 years duration എന്നാണ്. സോ ഈ ഡിപ്ലോമയാണ് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ തൊട്ട് മേലോട്ടുള്ളവർ വരെയും ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഡിപ്ലോമ സിവിലിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. സോ ഡിപ്ലോമ സിവിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സ്ഥിരമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. BTech ലെവലിലേക്ക് പോയിട്ട് നോക്കണ്ട, ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കോളൂ. ഓക്കെ, സോ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അത് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാൻ നേരത്ത്. അല്ലാണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നോട്ട് എലിജിബിൾ ആണ് കേട്ടോ. അത് വീണ്ടും പറയുകയാണ്, അത് പിന്നെയും ചോദ്യമായിട്ട് വരാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇനി ഈ നെയിം ഓഫ് ദ പോസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ PV ആൻഡ് ബ്രിഡ്ജ്, അതുപോലെ അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഫുള്ള് നമ്മളുടെ സിവിലിൻ്റെതെല്ലാം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വേറെ കാറ്റഗറി മെക്കാനിക്കലൊക്കെ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മളുടെ എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതിനകത്തിൽ നമ്മളുടെ ഇതിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ വർക്ക്സ് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആൻഡ് റിസർച്ച് ഉണ്ട്, അതുപോലെ ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ആൻഡ് സിവിൽ ഉണ്ട്, അതുപോലെ സിവിൽ വർക്ക്ഷോപ്പ് ഉണ്ട്. സോ ഈ 6 കാറ്റഗറി ഓഫ് ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിലേക്കാണ് നമ്മളുടെ നെയിം ഓഫ് ദ പോസ്റ്റ് ഇതായിരിക്കും. ഈ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ PV ആൻഡ് ബ്രിഡ്ജിൽ എന്നുള്ള കാറ്റഗറിയിലാണ് മിക്ക RRBയിലും കൂടുതൽ വേക്കൻസീസ് കാണുന്നത്. ബാക്കിയുള്ള ിനെയും കാട്ടും സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിലാണ് കൂടുതൽ വേക്കൻസീസ് കാണുന്നത്. സോ നിങ്ങൾക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റിങ്സ് വരുന്നതായിരിക്കും. സോ ഇതാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സ്. അതുപോലെ സബ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളുടെ സെയിം ഹെഡിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സബ് ഡിപ്പാർട്ട്മെന്റ്സ്. ജൂനിയർ എഞ്ചിനീയറിന്റെ PV ബ്രിഡ്ജസിനുണ്ട്, അതുപോലെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് സെക്ഷൻ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിലുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഡിസൈൻ പ്രൊഡക്ഷൻ യൂണിറ്റിന് ഡിസൈൻ സെക്ഷനും ഉണ്ട്, അതിന് പ്രൊഡക്ഷൻ യൂണിറ്റ് സെക്ഷനും ഉണ്ട്. വർക്ക്സ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ഷൻ, അതുപോലെ റിസർച്ച് വർക്ക്സ് നടക്കുന്ന സെക്ഷനിലും റിസർച്ച് ആൻഡ് ഡിസൈൻ സെക്ഷനിലും വർക്ക്ഷോപ്പിലും. അപ്പം ഇത്തരം കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയേഴ്സിനെ വിളിച്ചിരിക്കുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ആൻഡ് സിവിൽ ആണ്. ഡിപ്ലോമ ആൻഡ് സിവിലിന് താഴത്ത് മിനിമം ആണ്, അവിടെ നിന്ന് മേലോട്ടുള്ള ആൾക്കാർ വരെ അപ്ലൈ ചെയ്യാറുണ്ട് പൊതുവെ. സോ അങ്ങനെ ഡിപ്ലോമ ആൻഡ് സിവിലാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഡിപ്ലോമ ആൻഡ് സിവിൽ മിനിമം ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നോട്ട് എലിജിബിൾ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ RRBകൾ കുറേ ഉണ്ടെന്നും. നമ്മളുടെ RRBകൾ ഇതിനകത്ത് അഹമ്മദാബാദ്, അജ്മർ, അലഹബാദ്, ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹത്തി, ജമ്മു, കൊൽക്കത്ത, മാൽഡ, മുംബൈ, മുസാഫർപൂർ, പാറ്റ്ന, റാഞ്ചി, സിക്കന്ദരാബാദ്, സിൽഗുരി, ട്രിവാൻഡ്രം. അപ്പം ഇത്രയും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുണ്ട്. നമ്മളുടെ റെയിൽവേസ് ഇത്രയും തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വന്നിട്ട് ഏത് റിക്രൂട്ട്മെന്റ് ബോർഡിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനകത്ത് പോയി അപേക്ഷിക്കാവുന്നതാണ്. പതിപോലെ തന്നെ നമ്മളുടെ ട്രിവാൻഡ്രം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ അത്രയധികം വേക്കൻസീസ് ഒന്നുമില്ല. സോ എന്നാലും നിങ്ങൾക്ക് വന്നിട്ട്
പ്രപ്പോർഷൻസ് നോക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഏകദേശം ഒന്ന് തന്നെയായിട്ട് വരും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ട്രിവാൻഡ്രത്തിൽ, അതുപോലെ നമുക്ക് പിന്നെ അടുത്തായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ചെന്നൈ, അതുപോലെ അടുത്ത് വേണം, സൗത്തിൽ തന്നെ വേണം താല്പര്യമുള്ളവർ സൗത്തിലുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിൽ അപ്ലൈ ചെയ്യുക. ഇല്ല ഞങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഏതാണ് വേക്കൻസി കൂടുതൽ വരുന്ന അത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾ ഈ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് വേറെ റെയിൽവേ ബോർഡിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടില്ല എന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സോ നിങ്ങൾ ഏതിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരും, നിങ്ങൾ അവിടെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് താമസിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾ ഈ എന്താണ് റിക്രൂട്ട്മെന്റ് ബോർഡുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം എന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സിവിലിൽ നമ്മളുടെ ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ എന്നൊന്ന് നോക്കാം. സോ അനെക്സർ 7A നമ്മളുടെ സിവിലിൻ്റെ പോർഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ സിവിലിൻ്റെ സിലബസ് അവർ ഓരോ തുണ്ടായിട്ടാണ് കട്ട് ചെയ്ത് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു സിലബസ് ആണ് തന്നിരിക്കുന്നത്. ഒരൊറ്റ പേജ്, ഒരു 1.25 പേജേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഏകദേശം 24 ടോപ്പിക്കുകളായിട്ടാണ് നമ്മുടെ സിലബസിനെ തിരിച്ചിട്ട് നമ്മളുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാമിൻ്റെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, construction and substructure, construction of superstructure, building finishes, building maintenance, പിന്നെ building drawing, concrete technology, surveying, computer aided design, geotechnical engineering, hydraulics, irrigation, mechanics of structures, theory of structures, design of concrete structures, design of steel structures, അതുപോലെ transportation engineering, highway engineering, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. സോ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കിൽ നമുക്ക് നമ്മളുടെ ബേസിക്സ് ഇൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ 10 മാർക്കിൻ്റെ കണ്ടന്റ് ഇതിനകത്തിൽ ഒരു യൂണിറ്റിൽ കയറി വരുന്നുണ്ട്. സോ അതിൽ കുറച്ച് പോർഷൻ നമുക്ക് കവർ ആവും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി അഡ്വാൻസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ്. സോ ഈ അഡ്വാൻസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നേരത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരു ചെറിയ ടോപ്പിക്കായിട്ട് മാത്രം കൊടുത്തിരുന്നതായിരുന്നു പഴയ സിലബസിൽ. ഇപ്പം നമുക്കത് തനിയെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ തന്നിട്ട് അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങും അതുപോലെ കോൺട്രാക്ട്സ് ആൻഡ് അക്കൗണ്ട്സ്. അപ്പം ഇങ്ങനെ തനിയെ കൊടുത്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തനിയെ 24 ടോപ്പിക്കുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിനും അതുപോലെ പഠിക്കാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട് ഞാനൊരു 11 ടോപ്പിക്കുകളിലേക്ക് ഇതൊന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്ഥിരമായിട്ടുള്ള സിമിലറായിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സും തിയറി ഓഫ് സ്ട്രക്ചേഴ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ ബേസിക് സാധനമാണ് ചോദിച്ചിട്ടുള്ളൂ, ഡിപ്ലോമ ലെവലിൽ തന്നെയാണ്. അതായത് നമ്മുടെ സിമ്പിൾ സ്ട്രെസ്, സ്ട്രെയിൻ, അതുപോലെ ലാമീസ് തിയറത്തിൻ്റെ, അതുപോലെ പാരലോഗ്രാം ലോയിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറേ മനപ്പാഠം പഠിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവും. സോ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് ഒരുപാട് മനപ്പാഠം പഠിക്കേണ്ടി വരില്ല. ഓക്കെ, സോ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒക്കെ ഒരു സെറ്റാണ്. അത് ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. സ്ഥിരമായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈ ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് നല്ലൊരു വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ വെയിറ്റേജ് ഇട്ടിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ടോപ്പിക്കിനും എത്ര വെയിറ്റേജസ് ആണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ വന്ന നിർബന്ധമൊന്നുമില്ല. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കണക്കുകൾ വെച്ചിട്ടൊന്ന് പറയുന്നതാണ്. ഓക്കെ, എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ എന്നൊന്നുമില്ല. സോ ഇറ്റ് ക്യാൻ ചേഞ്ച്. ഓക്കെ, എന്നാൽ ഏകദേശ കണക്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആ ഒരു പോർഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 7 തൊട്ട് 8 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലിലേക്കുള്ള സ്ട്രക്ചറൽ അനാലിസിസ് 2, ബിടെക് പഠിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ട്രക്ചറൽ അനാലിസിസ് 2ലേക്ക് പോകുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാട് നോക്കേണ്ടി വരില്ല. ഇങ്ങോട്ട് താഴത്തേക്ക് ഡിപ്ലോമ സെഷനിലേക്ക് വരുന്ന രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഓക്കെ, ബേസിക് തിങ്സ് അറിഞ്ഞിരിക്കണം, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബേസിക് കാര്യങ്ങളിൽ ഒരു നല്ലൊരു നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ദെൻ
ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന ഒരു പോർഷനാണ് ഇത്. ചിലപ്പോൾ 10 to 15 ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ മിക്കവാറും അടുത്ത പ്രാവശ്യത്തേക്ക് ചിലപ്പോൾ കൂടാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇതിനകത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ RRB എക്സാമുകൾക്കും പല SSC എക്സാമുകൾക്കും ചോദിക്കുന്ന പോലെ തന്നെ. സോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവാറുണ്ട്. ഇതിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത്തവണ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ കുറച്ചധികം ഒരു 1-2 ടോപ്പിക് ക്വസ്റ്റ്യൻസ് എങ്കിലും അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തനിയെ നിങ്ങൾക്ക് ഉണ്ട്. എന്നാലും ഈ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ AutoCAD ഇതിൽ 3ds മാത്സ് എന്നൊക്കെ പറഞ്ഞ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. സോ AutoCADനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രൊജക്ഷൻസിൻ്റെ അത്തരം കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ അത് ഏകദേശം 5 to 6 മാർക്കിലാണ് ചോദിച്ചിട്ടുള്ളൂ. ദെൻ സർവേയിങ്ങിൽ അധികം ക്വസ്റ്റ്യൻസ് ഇതുവരെ അധികം കണ്ടിട്ടില്ല. 3-4 മാർക്കിനെ ചോദിക്കാറുള്ളൂ. എന്നാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാറ്റഗറിയാണ് സർവേയിങ്. സർവേയിങ്ങിൽ ഒരുപാട് മീൻസ് സർവേയിങ് നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ ഈ 3-4 മാർക്കാണ് ഇപ്പം പറയുന്നുള്ളൂ എങ്കിലും ഇനി നാളെ RRBക്ക് തോന്നുവാണ് കൂട്ടണം എന്ന് തോന്നിയാൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ മാർക്ക് മിസ്സാവരുത്. സോ അതുകൊണ്ട് ഇതൊരു ടെൻറ്റേറ്റീവാണ് പറയണത്. ഇതുവരെ നടന്നിട്ടുള്ളത് വെച്ചിട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ്. സോ ഇതാണ് എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല. സോ 3 to 4 മാർക്കാണ് ഇതുവരെയും നമ്മുടെ സർവേയിങ്ങിൽ ചോദിച്ചിട്ടുള്ളൂ. ദെൻ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഇറിഗേഷൻ കാറ്റഗറിയിലാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ നിങ്ങൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും നോക്കണ്ട. നിങ്ങൾ കുറേ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പുറത്ത് താഴേക്ക് ഇറങ്ങി വന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫ്ലൂയിഡ്സ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫ്ലൂയിഡ്സ്, ഷിയർ സ്ട്രെസ്, അതിൽ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കത്തുള്ളൂ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പ്രഷറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അത്തരം ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. P = ρGH, അതായത് നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യന്. അതുപോലെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെ മാസ് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി വെച്ചിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മാസ് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി ഇവിടെ പഠിക്കുന്നത് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. കാരണം ജിയോടെക്കിൽ പിന്നെയും നിങ്ങൾ അതിനെ പഠിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിവിടെ പഠിക്കുമ്പോൾ അവിടെയും കണക്റ്റ് ആവുകയാണ്. ഇറിഗേഷനിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് പ്രോബ്ലത്തിനെക്കാട്ടും കൂടുതൽ കുറച്ച് തിയറട്ടിക്കലായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ മോസ്റ്റ് എക്കണോമിക് ചാനൽ സെക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇറിഗേഷനിൽ ക്ലിയർ ആയിട്ട് മറ്റേ ഡ്യൂട്ടി, ഡെൽറ്റ അത്തരം കാര്യങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ തിയറട്ടിക്കലായിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് വരാറുണ്ട്. സോ അതാണ് നമ്മുടെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അത് ഏകദേശം 5 to 6 മാർക്ക് തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇനി അടുത്ത കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും കോൺക്രീറ്റ് ടെക്നോളജിയും. ഇത് രണ്ടും കൂടി ചേർത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ ഇതിനകത്തിലേക്ക് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇതിൽ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമ്മൾ മിക്സ് ഡിസൈൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ DCSൽ നിങ്ങൾക്കറിയാം അതിനകത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കോളത്തിൻ്റെ കവർ എത്ര കൊടുക്കാം, അതുപോലെ തന്നെ എത്രയാണ് മാക്സിമം ഡയമെൻഷൻ കോളത്തിന് സ്റ്റീൽ റീൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റുക, അത്തരം കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പക്ഷെ നമ്മൾ അതിനായിട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിച്ച് കളയും. സോ ഈ DCSൽ നമുക്ക് 8 മുതൽ 10 വരെയും മാർക്കിൽ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾക്കിവിടെ ക്ലാസ്സുകൾ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത്. അത്തരം രീതികളിലേക്കുള്ളൊരു പാറ്റേൺ ഓഫ് കവറേജ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ DSSൽ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. 2 മുതൽ 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. ഇതുവരെയും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ഈ DSSൽ, അതായത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ എന്ന് പറഞ്ഞ് ഇനി അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നുമില്ല. റിക്രൂട്ട്മെന്റ് ബോർഡിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് തീരുമാനിക്കാം. സോ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യരുത്. സോ പക്ഷേ ഇതൊക്കെ എന്തിനെങ്ങനെ വെയിറ്റേജ് ഇട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും പോർഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷനുകൾ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ ഈ പോർഷനുകളെ കൃത്യമായി ഒന്നുകൂടി നോക്കി മൂന്നാമത് നോക്കി ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഇത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ബേസിക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കൂടി 10 മാർക്കിലും കൂടി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് പോവാം. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. നമ്മുടെ കോൺട്രാക്ട്സിൽ 5 to 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ കാണാറുള്ളൂ. ജിയോടെക്കിൽ അതുപോലെ തന്നെ 8 to 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഈ ജിയോടെക്
അതുപോലെ നിങ്ങൾക്ക് ഹൈവേ എഞ്ചിനീയറിംഗ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേ എഞ്ചിനീയറിംഗിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഒരു 5 to 6 മാർക്ക് റേഞ്ചിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ട് നോക്കേണ്ട പോർഷനുകൾ, അതായത് ഹൈലൈറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ, തുടങ്ങുമ്പോൾ തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മെക്കാനിക് ഓഫ് സ്ട്രക്ചേഴ്സ് ഡയറക്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങരുത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നോക്കിയിട്ട് മാത്രം മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സിലേക്ക് പോവുക. ഒരുപാട് കാലമായിട്ട് പഠിച്ചിട്ട് ടച്ച് വിട്ടുപോയിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ പാസ് ഔട്ടായി സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല. അവർക്കൊരുവിധം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാവും. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് മാത്രം മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സിലേക്ക് പോവുക. കാരണം ഈ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് തൊട്ട് അടുത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്യാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ കുറേ കാര്യങ്ങൾ പിടികിട്ടാണ്ടായി പോകും. ഓക്കെ, ചിലവർ മൊത്തം മറന്നു പോയിട്ട് വേറെ ജോലികളിലേക്കൊക്കെ പോയവരുണ്ടാവുമല്ലോ. അവർക്ക് ബുദ്ധിമുട്ടാവും ഫോളോ ചെയ്തെത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സും തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ പോർഷൻസിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ സ്റ്റെപ്പായിട്ട് വേണം പോകാൻ. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അത് കണ്ടു ഉടനെ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകൾ പഠിക്കുക. ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകൾ പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിക്കതും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കുക. ഡിപ്ലോമ ലെവലിലുള്ള ജെഇയുടെ നോക്കാം, ജൂനിയർ എഞ്ചിനീയർ, SSCയുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ RRBയുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ വെക്കണം. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തപ്പി അത് പഠിച്ചു എന്നല്ല, നമ്മൾ ബേസിക് പഠിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കാം. അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽസ്, എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള കണ്ടന്റ് ഉള്ള ഒരു പോർഷനാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ള എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയകളുണ്ട്. ഈ സിമെന്റിന്റെ ലോ ഹീറ്റ് സിമെന്റ്, ഹൈ ഹീറ്റ് സിമെന്റ്, ഈ സിമെന്റിന്റെ പ്രപ്പോർഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ സിമെന്റിന്റെ പ്രപ്പോർഷൻ ഇങ്ങനെ കൂടിയാൽ ഏത് സിമെന്റ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞാൽ എന്താവും കണ്ടീഷൻ. ഇത്തരം കണ്ടീഷൻസ് ചോദിക്കുന്നത് കെമിക്കൽ കോമ്പോസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ ടൈപ്പിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്സ് ഈ എവിടെയാണ് കൂടുതലായിട്ട്, ഇപ്പോൾ ലോഹിത് സിമെന്റുകൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മാസ് സ്ട്രക്ചേഴ്സിൽ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇപ്പം നമുക്ക് പുതിയ ടോപ്പിക്കായിട്ടുള്ള അഡ്വാൻസ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ചോദിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും എക്യുപ്മെന്റ്സ് ടെക്നിക്സ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 2-3 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 2 to 3 മാർക്കിന് തീർച്ചയായിട്ടും ഇതിനകത്തിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ് ഒക്കെ ശരിക്കും ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ 5 to 6 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ബാഗ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോർഷനാണ് നിങ്ങളുടെ ഈ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സും കോൺക്രീറ്റ് ടെക്നോളജിയും. നിങ്ങൾ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ തന്നെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കോൺക്രീറ്റ് ടെക്നോളജിയും കൂടി ഒപ്പമിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് തിയറി പോർഷനാണ്, ഡിസൈൻ മിക്സ് ഒക്കെയാണ് വരുന്നത്. സോ ഈ കാറ്റഗറി പഠിക്കുമ്പോൾ തന്നെ കൂടെ നിങ്ങൾ ഇതും കൂടി ചേർത്ത് അങ്ങ് പഠിച്ചോളൂ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോർഷൻസ് ആണ് ഇത്. അതുപോലെ തന്നെ DCS നിങ്ങൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും വിടരുത്. ഓക്കെ, സോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയകളൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ജിയോടെക് വിടരുത്. ബിക്കോസ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ ഹെഡിങ്ങേ തന്നിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ബ്രേക്കപ്പ് ഉണ്ട്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ബിൽഡിംഗ് ഫിനിഷസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മെയിൻ്റനൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ ബ്രേക്കപ്പുകളുണ്ട്. ഇതിൽ ബ്രേക്കപ്പ് ഒന്നുമില്ല. ജിയോടെക് എന്ന് പറഞ്ഞൊരു ഒറ്റ ടോപ്പിക്ക് തന്നിരിക്കും. ആ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് 8 മുതൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെയും ചോദിക്കുന്നത്. സോ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ അതുപോലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നോക്കുക. സോ ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിൽ ഈ കോൺട്രാക്ട്സിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണാറുള്ളത്. ഈ ഡെപ്രിസിയേഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അത് എന്താണെന്നുള്ള രീതിയിൽ, ഒബ്സലൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അത് എന്താണെന്നുള്ള രീതിയിൽ, അങ്ങനെ കുറച്ച് ഡിപ്ലോമ ലെവലിലുള്ള പേപ്പേഴ്സ്, അങ്ങനത്തെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ളൂ. RRB GE അങ്ങനത്തെ ഒരു ലെവലിലാണ് പിടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം,
എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ ജൂനിയർ എഞ്ചിനീയർ സിവിൽ, RRB സിവിലിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ സിവിലിൻ്റെ സിലബസ്. സോ ഈ സിവിലിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.